നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ ഓരോ ദിവസവും തട്ടിയെടുത്തത് 2 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലായിരുന്നു തട്ടിയെടുത്തത്. പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറും വാങ്ങിച്ചു. പണയം വെച്ച് സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം തുടങ്ങി. സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ തരുകയാണ്. പറയൂ മനീഷ്. നിലവിൽ 2 പ്രതികളാണ് ഈ കേസിൽ കീഴടങ്ങിയത്. രാധാകുമാരിയും വിനീത്. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒരു ദിവസം, അതായത് 11 മാസത്തോളമാണ് ഇവർ ജോലി ചെയ്തത്. ഒരു ദിവസം പരമാവധി 2 ലക്ഷം രൂപ വരെ ഇവർ 3 പേരാണ് കേസിൽ ജീവനക്കാരികളുള്ളത്. ആ 3 പേർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആ പണം കൊണ്ട് ഇവർ സ്കൂട്ടർ വാങ്ങിച്ചു. ഒപ്പം തന്നെ പഴയ സ്വർണം വാങ്ങി പുതിയ സ്വർണം വാങ്ങിച്ചു. ഈ സ്വർണം പിന്നീട് പണയത്തിൽ വെച്ചു. ആ പണയ സ്വർണം എടുക്കാനുള്ള നടപടികളിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങിയിട്ടുണ്ട്. 69 ലക്ഷം രൂപ, അതായത് ജി കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറിലെ OBS എന്ന സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ 11 മാസത്തിനിടെ തട്ടിയെടുത്തു എന്നാണ് പരാതി. അതിൽ 40 ലക്ഷം രൂപ തട്ടിയെടുത്തതിൻ്റെ വിവരങ്ങൾ നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 2 ലക്ഷം രൂപയോളം ഒരു ദിവസം തട്ടിയെടുത്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവർ പണം തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൈമാറിയിട്ടുണ്ടെന്ന മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസിലെ 3-ാം പ്രതി ഇതുവരെയും പിടിയിലായിട്ടുള്ള ദിവ്യ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇവർ 2 പേരും കവടിയാറിലെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഈ കേസിലെ 3-ാം പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 പ്രതികളെ നിലവിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇവരുടെ ഇത്തരത്തിലുള്ള QR കോഡ് വഴി തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യ ഇടപെടലുകളുണ്ടോ, ഇവർക്ക് മാത്രമാണോ ഇതിൽ പങ്കുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഭർത്താക്കന്മാർക്ക് കൈമാറിയിട്ടുള്ള തുക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനിയൊരു 20-29 ലക്ഷം രൂപയോളം എങ്ങനെ ഇവർ എങ്ങോട്ടേക്ക് മാറ്റി അടക്കമുള്ള കണ്ടെത്താനുണ്ട്. എന്താണെങ്കിലും ഈ കേസിലെ 3-ാം പ്രതി ദിവ്യയ്ക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് നീങ്ങിയേക്കും. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.